la barnashed. ഓക്കെ, ഈ ഫ്ലവർ കണ്ടോ? 2 മിനിറ്റ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കളർ പേപ്പർ, ന്യൂസ് പേപ്പർ ആണെങ്കിലും ഓക്കെയാണ്. സ്റ്റേപ്ലർ, സിസേഴ്സ്. ഫസ്റ്റ് നമ്മൾ എടുത്ത പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. നെക്സ്റ്റ് സർക്കിൾ പോലെ ഇരിക്കുന്ന എന്തെങ്കിലും വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം കറക്റ്റ് സെൻട്രലായിട്ട് ഒന്ന് പിന്ന് ചെയ്യുക. നെക്സ്റ്റ് ഇതുപോലെ ഓരോന്ന് ഇങ്ങനെ എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇതുപോലെ എല്ലാം ഓരോന്നായിട്ട് എടുത്ത് ഫോൾഡ് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് ഫോൾഡ് ചെയ്താൽ കറക്റ്റായിട്ട് വരികയില്ല. എല്ലാം ഓരോന്നായിട്ട് എടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്തിടം വരെ ഇതുപോലെ അഴിച്ചടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ. വളരെ സിമ്പിളാണ്, എല്ലാവരും ചെയ്ത് നോക്കണം. ഫ്ലവർ റെഡിയായി. ഇനി ഇതിന് സ്റ്റെമ്പും ലീഫും വേണം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ലീഫിന് വേണ്ട പേപ്പർ ഇതുപോലെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് ഒന്ന് മാർക്ക് ചെയ്ത് ലീഫിൻ്റെ ഹാഫ് സൈഡ് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒന്നിൽ കൂടുതൽ ലീഫ് കിട്ടും. ഒറ്റ കട്ട് കൊണ്ട് തന്നെ നമുക്ക് ഒന്നിൽ കൂടുതൽ ലീഫ് കിട്ടും. പക്ഷെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കയറി ഇറങ്ങി പോകാതെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്യണം. ഇപ്പോൾ ഇത് 4 ലീഫുണ്ട്. ഇനി ഈർക്കിൽ വെച്ചത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്താൽ നമുക്ക് വേണ്ട സ്റ്റെമ്പും റെഡി. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത് വെക്കേണ്ട എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റെമ്മിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒറ്റ പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇത് 2 തവണയായിട്ട് കിട്ടിയത് 4 സൈഡിലോട്ടും കിട്ടും. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്ലൂ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാൽ മതി. സിമ്പിളായിട്ട് സ്റ്റെമ്പും റെഡിയായി, ലീഫും റെഡിയായി. ലീഫിനെ ഒട്ടിക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഫ്ലവർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവർ വേസ് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ട ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്, കുറച്ച് കളർ സ്റ്റോൺസ്, സാധാ സ്റ്റോൺസ് ആണെങ്കിലും മതി. പിന്നെ ചെറിയ കുറച്ച് സ്റ്റിക്സ് വേണം. ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് കുറച്ച് കളർ സ്റ്റോൺസ് ഇട്ടതിന് ശേഷം ഈർക്കിൽ സ്റ്റെമ്മയിലോട്ട് ഇതുപോലെ ഇങ്ങനെ കയറ്റി വെക്കുക. ഇങ്ങനെ കയറ്റി വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ സ്റ്റെമ്മിന് കുറച്ചും കൂടെ നീളം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ അത്രയും ഫോൾഡ് ചെയ്തെടുക്കണം സ്റ്റെമ്പ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പം സ്റ്റോണിൻ്റെ അകത്തായതുകൊണ്ട് കാണുന്നില്ല. അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട്. ഇനി ഇത് ഫ്ലവർ വേസ് ബാക്കിയുള്ള സ്റ്റോൺസും കൂടെ ഇട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കാര്യം.